ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ദിസ് ഈസ് മുഫീദ ഫ്രം ചമൻ മെഹന്തി. ബ്രൈഡൽ ഹെന്ന ഡിസൈനിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രിഡ്സ് ആണ്. ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? കുറേ കോളങ്ങൾ കള്ളികളായിട്ട് വരക്കുന്നതാണ് ഗ്രിഡ്. അത്ര തന്നെയുള്ളൂ ഗ്രിഡ്. ഇത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഗ്രിഡാണ്. അതായത് അടുത്തടുത്ത് ലൈൻസ് വരച്ചിട്ട് കള്ളികൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രിഡ്. ഇതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇത് വരച്ച് ശീലിച്ചാൽ ഏത് ഗ്രിഡും നിങ്ങൾക്ക് അനായാസം വരക്കാം. ഇപ്പം ഞാൻ വരച്ചതിൽ ഒരു സൈഡ് ചെരിച്ചിട്ടും മറ്റേ സൈഡ് അതിന് ഓപ്പോസിറ്റ് ചെരിച്ചിട്ടുമാണ് വരച്ചത്. ഇനി നമുക്കത് ഈ നേർരേഖയിലായിട്ട് വരക്കാൻ പറ്റും, ചെരിക്കാതെ ലൈൻസ് പാരലായിട്ട് വരച്ചിട്ട് പിന്നെ അതിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് അടുത്ത സെറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രിഡ് കിട്ടും. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രിഡാണ്. ഇനി നമ്മൾ പല ടൈപ്പ് ഓഫ് ഗ്രിഡ്സ് ആണ് നോക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ വരുത്താം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നോക്കിയാലോ. ബേസിക്കായിട്ട് നമ്മൾ ഗ്രിഡ് വരച്ചപ്പോൾ ലൈൻ വെച്ചാണ് വരച്ചത്. ഇനി നമുക്കിതുപോലെ സിഗ്സാഗ് ലൈൻസ് വരച്ചിട്ട് അങ്ങനെയും ഗ്രിഡ് വരയ്ക്കാൻ പറ്റും. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കോളംസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് നമുക്ക് ഫിംഗർ ഡിസൈനിലും അതുപോലെ അറബിക് ഫ്ലോറൽസ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസ് കൊടുത്താൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇങ്ങനെ സിഗ്സാഗ് ലൈൻസ് വരച്ചിട്ട് കോളംസ് ആക്കുന്നത്. ബേസിക്കായിട്ട് വരച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടിയും ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു ഗ്രിഡ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ എങ്ങനെ മോഡിഫിക്കേഷൻ വരുത്താമെന്നാണ്, ഡോട്ട് കൊണ്ടുള്ള മോഡിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഡോട്ട് ഇട്ടാൽ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആകും. ഇനി അതിൻ്റെ കോണിൽ ഡൗൺവേർഡ്സ് ആയിട്ടുള്ള കോണിൽ ഡോട്ട് ഇടുമ്പോഴും അപ്വേർഡ് കോണിൽ ഡോട്ട് ഇടുമ്പോഴും വേറെ വേറെ ഡിസൈനാണ് നമുക്ക് കിട്ടുക. ഈ ഒരു കോളത്തിൽ തന്നെ ഞാൻ 3 ടൈപ്പ് ഓഫ് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ മാറ്റി മറിച്ചൊക്കെ ചെയ്താൽ പുതിയ പുതിയ ഡിസൈൻ ആകും. ഇനി ചെയ്യുന്നത് സെയിം കോളം തന്നെ നമ്മൾ ഡോട്ട് വരച്ചെടുത്തതിന് പകരം ടിയർ ഡ്രോപ്പ് വരക്കുന്നു. ടിയർ ഡ്രോപ്പ് ഇങ്ങനെ താഴോട്ടും മേലോട്ടൊക്കെ ആക്കിയിട്ട് ഓരോ കോണിൽ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഭംഗി മാറും. ഇനി ടിയർ ഡ്രോപ്പിന് പകരം നമ്മൾ വൈൻ ഇട്ട് കൊടുത്താലും സെയിം തന്നെയാണ്. നമുക്ക് താഴോട്ടുള്ള കോണിലും വൈനിട്ട് കൊടുക്കാം. ഇനി മേലോട്ടുള്ള കോണിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് വൈനിട്ട് കൊടുക്കാം. സൈഡിലെ കോണിലാണെങ്കിൽ അങ്ങനെയും വൈനിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ 2 കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സെയിം ഗ്രിഡ് തന്നെയാണ്. എന്നിട്ട് ഓരോ ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സൈഡിലായിട്ട് 4 കോണിലും ഡോട്ട് ഇടാം, അല്ലെങ്കിൽ ടിയർ ഡ്രോപ്പ് ഇടാം, അല്ലെങ്കിൽ വൈൻ ഇടാം. ഇങ്ങനെ ഏത് ഡിസൈനും നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്നും വെറൈറ്റി ഗ്രിഡ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കി നോക്ക്, അത് അടിപൊളിയായിരിക്കും. ഇപ്പോൾ വരയ്ക്കുന്ന ഗ്രിഡിൽ ഒരു ലൈൻ അല്ല വരയ്ക്കുന്നത്, 2 ലൈൻ ഒരുമിച്ച് വരച്ചിട്ടാണ് നമ്മൾ കോളംസ് ആക്കുന്നത്. ഇങ്ങനെ കോളംസ് ആക്കിയിട്ട് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ 4 കോർണേഴ്സിലും ഡോട്ട് ഇടുമ്പോൾ അതൊരു ഡിസൈൻ ആകും. ഇനി 4 കോർണറിലും ഡോട്ട് ഇടാതെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്താലും അതൊരു ഡിസൈൻ ആകും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. 2 ലൈനുള്ള ഗ്രിഡ് ബേസാക്കി വരച്ചിട്ട് നമ്മൾ അടുത്ത ഡിസൈൻ നോക്കുകയാണ്. ഇതിൽ ചെയ്യുന്നത് ഓരോ കള്ളിയുടെയും സെൻറ്റർ പൊസിഷനിൽ നമ്മൾ ഇതുപോലെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ലൈൻസ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ 2 ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ 2 ലൈൻ എല്ലാം ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. ഇതുപോലെ തിക്ക് ലൈൻ ആക്കിയിട്ട് ചെയ്യുമ്പോൾ അത് വേറെ ടൈപ്പ് ഓഫ് ഡിസൈൻ ആകും. ഇതൊക്കെ നമ്മളെ ബ്രൈഡൽ എലമെൻറ്റ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രിഡ് തന്നെയാണ്. ഇനിയും ചെയ്യുന്നത് സെയിം 2 ലൈൻ ഗ്രിഡ് തന്നെ നമ്മൾ ബേസായി എടുത്തു. എന്നിട്ട് ചെയ്യുന്നത് ഓരോ കോളത്തിൻ്റെയും ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുന്നു, ഒരു പെറ്റൽ പോലെ. എല്ലാത്തിലും നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ട് പിന്നെ ചെയ്യുന്നത് ആ ഒരു സെൻറ്റർ പൊസിഷൻ എല്ലാത്തിൻ്റെയും വരുന്നുണ്ടല്ലോ, ആ ഭാഗം എല്ലാം ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്റർ പൊസിഷനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അത് കംപ്ലീറ്റ് ആകും. ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള ഗ്രിഡ് ഡാർക്കൺ ചെയ്ത് വരച്ചിട്ടില്ല, ലൈനാക്കി വരച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബേസാക്കി വെച്ചിട്ട് ഇതുപോലെ വൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഡോട്ട് വരച്ചിട്ട് 2 സൈഡിലേക്കും പോയിൻറ്റഡ് ആക്കി കൊടുക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കൺട്രോളിലും ചെയ്യാം. ഏത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ബ്രൈഡൽ ഡിസൈനിലൊക്കെ ഇപ്പോൾ കോമൺലി കാണുന്ന ഒരു ഗ്രിഡാണ്. ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഗ്രിഡാണിത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഡോട്ട് ഇട്ടിട്ട് മാത്രമല്ല, ഇതുപോലെ പ്രഷർ കൺട്രോളിലും ഇത് ചെയ്യാൻ പറ്റും. ഡിസൈൻ നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ വെക്കാം, അതായത് വേറൊരു ചേഞ്ചും വരുത്താതെ ഈ വൈൻസ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും. ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നുക ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും.
ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഗ്രിഡിൻ്റെ ബേസിൽ കുറച്ചും കൂടി വീതി കൂടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആദ്യം വരച്ചതുപോലെ അടുത്തടുത്തുള്ള ഗ്രിഡല്ല കൊടുത്തത്, കുറച്ച് വീതി കൂടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിൽ വൈൻസ് വരച്ചു കൊടുക്കും. വൈൻസ് വരയ്ക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലുള്ള ലൈൻസ് എല്ലാം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഓരോ കോളത്തിൻ്റെ ഉള്ളിലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു കോളത്തിൽ 2 വൈനാണ് കൊള്ളുന്നത്, അപ്പോൾ 2 വൈൻ വരച്ചു. അതേപോലെ നിങ്ങൾ വരയ്ക്കുന്ന കോളത്തിൽ എത്ര വൈനാണോ കൊള്ളുന്നത് അതിനനുസരിച്ചിട്ട് വരയ്ക്കുക. ഒരു കോളത്തിൻ്റെ ഉള്ളിൽ 3 വൈൻ, ഒരു കോളത്തിൻ്റെ ഉള്ളിൽ 2 വൈൻ, അങ്ങനെ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ആദ്യം ഒരു ഡയറക്ഷനിലെ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം പിന്നെ നമ്മൾ അടുത്ത ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വൈന് വരയ്ക്കാൻ. അപ്പോൾ അതിൽ 1 2 വൈനൊക്കെ വരയ്ക്കാനുള്ള സ്പേസേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ഡബിൾ വൈന് വെച്ചിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഇതിൽ നമ്മൾ ഡോട്ടഡ് ലൈന് ബേസ് ആക്കിയിട്ടാണ് ഗ്രിഡ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു ലൈനിൽ തന്നെ 2 വൈന് വരച്ചു കൊടുക്കുക. ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ഒരു ലൈനിൽ തന്നെ നമ്മൾ 2 വൈൻ വരച്ചിട്ട് ഇതുപോലെ ഗ്രിഡാക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് വലിയ ഗ്രിഡാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതൊരു ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ഡിസൈൻ കൊടുക്കാം. ഒന്നെങ്കിൽ സ്വേള് മാത്രം കൊടുക്കാം, അപ്പോൾ അതൊരു ഡിസൈനാകും. ഇതുപോലെ അത് വരച്ചിട്ട് സ്വേള് മാത്രം കൊടുക്കുമ്പോൾ ഒരു ഡിസൈനാകും. വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഡോട്ട് ഇട്ടിട്ടുള്ള ഫ്ലവർ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് സ്വേള് വരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് വരക്കുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്വേള് വരച്ചിട്ട് ജസ്റ്റ് ഒരു റോസേൻ്റെ ഷേപ്പ് വരുന്ന എന്തെങ്കിലും ആയിട്ടൊന്ന് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഇതിൽ ഞാൻ ഒരു ഇത് തന്നെ 4 ടൈപ്പാണ് കൊടുത്തത്. ഒരു ഡിസൈൻ അല്ല, ഇത് 4 ഡിസൈനാണ്. നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് 4 ആയിട്ട് തന്നെ വരച്ച് നോക്കണേ. നെക്സ്റ്റ് ഡിസൈൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ ഈസിയാണ്. നമ്മൾ ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രിഡ്സ് വരച്ചെടുക്കുക. ബേസ് ആയിട്ടുള്ള ഗ്രിഡ് വരച്ചിട്ട് പിന്നെ ആ ഓരോ കോളത്തിൻ്റെയും നടുവിലൂടെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റും നമ്മൾ ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുക. അതായത് ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ക്രോസ് ആയിട്ട് 2 ലൈൻസ് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോളങ്ങൾ ഡാർക്കൺ ചെയ്യുക. ഈ കാണുന്ന പോലെ. ഇത് കാണുമ്പോൾ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. കോളത്തിൻ്റെ ഉള്ളിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ട്രയാങ്കിൾ ഡാർക്കൺ ചെയ്യണം. അതായത് ഒരു കോളത്തിൻ്റെ ഉള്ളിൽ താഴത്തെയും മേലത്തെയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കോളത്തിൽ സൈഡിലെ 2 ട്രയാങ്കിൾസ് ആവണം ഡാർക്കൺ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കാം. നിങ്ങൾക്ക് ഗ്രിഡ്സ് വരയ്ക്കാൻ പാടുണ്ടെങ്കിൽ ആദ്യം ഒരു ഡോട്ടഡ് ലൈനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ബേസായിട്ടൊന്ന് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് ലൈൻസ് കട്ടിയിൽ വരച്ചാൽ മതി. അങ്ങനെ ആവുമ്പോൾ ഒരേ സൈസിലുള്ള ഗ്രിഡ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഗ്രിഡിൽ ഞാൻ ചെയ്യുന്നത് ഓരോ ഇൻ്റർസെക്ഷൻ വരുന്നിടത്തും നമ്മൾ ഇതുപോലത്തെ ഓരോ പെറ്റൽ വരച്ചു കൊടുക്കുകയാണ്. എല്ലാ കോളംസിലും ഇതുപോലെ പെറ്റൽ വരച്ചിട്ട് പിന്നെ അവസാനം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആകും. ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഗ്രിഡ്സ് ആണ് നോക്കിയിട്ടുള്ളത്. ഒരു ഗ്രിഡിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഗ്രിഡ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.